ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടല്ലോ. അപ്പോഴും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് നിൽക്കാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഈ ഒരു മരുന്ന് നിങ്ങൾ പ്രയോഗിച്ച് നോക്കൂ. അപ്പോഴേ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു നല്ല ഒരു പിടിയോ 2 പിടിയോ തേങ്ങ നിങ്ങൾ എടുക്കുക, തിരികെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് കശക്കിയിട്ട് ഇതിൻ്റെ പാലെടുക്കണമേ. 1-ാം പാലും 2-ാം പാലും ഒന്നും ആയിട്ടല്ല, നമ്മളിതിൻ്റെ ഫുൾ പാല് നന്നായിട്ട് കശക്കിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക. വെള്ളം ചേർത്ത് നമ്മൾ പിഴിഞ്ഞെടുക്കരുത്, അല്ലാതെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണം. എന്തായാലും അപ്പത്തിനൊക്കെ നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുമല്ലോ, തേങ്ങാപ്പാൽ. അപ്പോഴതേപോലെ തന്നെ നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുക, തേങ്ങാപ്പാൽ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് 2-3 നെല്ലിക്ക, പച്ച നെല്ലിക്ക തന്നെ നിങ്ങൾ എടുക്കുക. പച്ച നെല്ലിക്ക ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് കിട്ടും, നമ്മുടെ നെല്ലിക്കയുടെ നീര് കിട്ടും. അഥവാ അതും മടിയാണെങ്കിൽ നിങ്ങൾ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ നമ്മുടെ നെല്ലിക്കയിലോട്ട് ഒഴിച്ച് അതിങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ. എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ജ്യൂസ് മൊത്തം കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. നെല്ലിക്കയുടെ ജ്യൂസ് മൊത്തം നമുക്ക് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ അങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടി എടുത്ത് കളഞ്ഞാൽ മതി. നെല്ലിക്കയുടെ കൊത്തൊക്കെ അങ്ങ് അരച്ചത് നമ്മൾ പിഴിഞ്ഞെടുത്ത് അങ്ങ് മാറ്റിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പിഴിയാൻ മടിയുള്ളവരുടെ അടുത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അരച്ചായാലും നമുക്ക് എടുക്കാം കേട്ടോ. തേങ്ങാപ്പാലൊഴിച്ച് നെല്ലിക്കയും കൂടെ അരിഞ്ഞിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും നമുക്ക് നീര് കിട്ടണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അരച്ചെടുത്താൽ ഒത്തിരി കൂടെ നമുക്ക് നെല്ലിക്കയുടെ ജ്യൂസ് നന്നായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു കോട്ടൺ തുണിക്കകത്ത് അല്ലെങ്കിൽ നമുക്കൊരു അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണല്ലോ നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലും കൂടി ഇട്ട് കൊടുക്കുക, ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ. ഒരു 2 പിടിയൊക്കെ തേങ്ങ വേണം കേട്ടോ. ഇപ്പം ഈ ഉണക്ക തേങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന് പാലത്ര കിട്ടത്തില്ല. ഒത്തിരി അങ്ങ് മൂത്തതുമല്ല, ഒരിട ഇതിൽ ഉള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പാല് കിട്ടും. ഉണക്ക തേങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ പാല് കിട്ടത്തുള്ളൂ കേട്ടോ. അന്നേരം നിങ്ങൾ ഇച്ചിരി കൂടുതലായിട്ട് നമുക്കറിയാമല്ലോ, പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തേങ്ങാപ്പാൽ എങ്ങനെ പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ബാക്കിയുള്ള നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1-2 മിനിറ്റ് 1-2 മണിക്കൂർ നമുക്ക് ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് സാധാ തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ കഴുകി എടുക്കുക. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. ഇത് ഇങ്ങനെ കഴുകി മാറ്റുക. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. മുടി കൊഴിച്ചിൽ നന്നായിട്ടുള്ളവർ ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും മുടി പൊഴിച്ചിൽ നിൽക്കും കേട്ടോ. മുടി നന്നായിട്ട് മുടി പെട്ടെന്ന് വളരുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് വളരുകയും ചെയ്യും. നല്ല തിക്കായിട്ട് മുടി വളരുകയും ചെയ്യും. മുടിക്ക് നല്ല കറുപ്പും കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്കയൊക്കെയാണ് ചേർത്തേക്കുന്നത്, നെല്ലിക്കയുടെ നീരൊക്കെയാണല്ലോ ചേർത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വളർന്നു വരും. പിന്നെ നമ്മൾ നെല്ലിക്കയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നരയ്ക്കുന്ന മുടി ഒന്ന് കറുപ്പിക്കാനും നമുക്ക് നമ്മുടെ ഡൈയൊക്കെ ചെയ്യത്തില്ലേ, അതേമാതിരി തന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കറുത്തൊക്കെ വരും ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോഴേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കോളൂ, ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുന്ന ഇത് രണ്ടും നമ്മുടെ ഇപ്പം നെല്ലിക്കയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മുടെ ഇതിലെയൊക്കെ ഓരോ വണ്ടിക്കാരൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നത് കുറച്ച് വാങ്ങിച്ചാൽ മതി. അര കിലോ നെല്ലിക്ക വാങ്ങിച്ചാൽ 2-3 നെല്ലിക്ക വീതം നമ്മൾ ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ഈ നമ്മുടെ തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി നോക്കിക്കോളൂ. നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ചെയ്ത് നോക്കൂ. എന്നിട്ട് കമൻറ്റിൽ കൂടി പറയണം കേട്ടോ. നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കുറവുണ്ടെങ്കിൽ പറയണം, ഇല്ല എന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ അടുപ്പിച്ച് ചെയ്യാൻ നോക്കണം. 1-2 പ്രാവശ്യം ഇട്ടതുകൊണ്ട് നമുക്ക് മുടി പെട്ടെന്ന് കിളിർത്ത് വരികയോ നര മാറുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ.
അപ്പോഴത് നമ്മൾ അടുപ്പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒരു മാസമൊക്കെ അടുപ്പിച്ച് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക്. നമ്മുടെ നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രമായാലും മതി നമ്മുടെ മുടിയിലിട്ട് കൊടുത്താൽ, സ്കാൽപ്പിലിട്ട് കൊടുത്താൽ അതും മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. നമ്മുടെ എന്താ പുള്ളിക്കാരത്തിയുടെ പേര്, അവരുടെ രഹസ്യം പറയുന്നത് ഇങ്ങനെയാണ്. എന്താ ആൻറ്റിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവരുടെ മുടി കുറച്ചുള്ള പോലെ ആണുങ്ങളുടെ മുടി വെട്ടിയിട്ടേക്കുന്നത് മാതിരിയാണ്. പക്ഷേ അവർ സ്ഥിരം തേക്കുന്നത് ഈ തേങ്ങാപ്പാലാണെന്ന്. അത്രയ്ക്ക് അവർ മുടി ഇങ്ങനെ പിടിച്ചും കാണിച്ചായിരുന്നേ. നല്ല തിക്കായിട്ടുള്ള മുടി കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, അവരൊക്കെ പുരട്ടിയപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞാനും ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മുടിക്ക് നല്ല മാറ്റം കിട്ടും നമുക്ക് കേട്ടോ. ഇവിടെ നിങ്ങളും ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.